ഗുഡ് മോർണിംഗ്. ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ വിഷയം ഈ ഷെയർ ആൻഡ് ഡിബെഞ്ചർ. എന്താണ് ഷെയർ, എന്താണ് ഡിബെഞ്ചർ? ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് പലർക്കും ഇത് അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്യുമ്പോൾ അവർക്ക് ഈ കമ്പനി തുടങ്ങാനുള്ള ഒരു മൂലധനം വേണം. മൂലധനം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ അവരുണ്ടാക്കുന്ന കുറച്ച് പ്രൊമോട്ടേഴ്സ് കുറച്ച് കൊണ്ടുവരും. ബാക്കിയുള്ളത് 10 രൂപയുടെ ഷെയർ അല്ലെങ്കിൽ ഒരുപക്ഷെ 100 രൂപയുടെ ഫേസ് വാല്യൂ ഉള്ള ഷെയറായിട്ട് മാർക്കറ്റിൽ നാട്ടുകാർക്ക് വിതരണം ചെയ്യും. അപ്പോൾ നമുക്കൊക്കെ വേണമെങ്കിൽ ഈ സാധനം പർച്ചേസ് ചെയ്യാം. 100 ഷെയർ, 50 ഷെയർ, 200 ഷെയർ ഒക്കെ മേടിക്കുമ്പോൾ ആ കമ്പനിയുടെ ഉടമസ്ഥാവകാശം നമ്മളിലേക്കും കൂടെ വരുന്നു. അതാണ് ഷെയർ. അതായത് അതിൻ്റെ ഒരു ക്യാപിറ്റൽ, ആ കമ്പനി നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടുന്ന മൂലധനം നാട്ടുകാരിൽ നിന്ന് സംഭരിക്കുന്നു, നമ്മളതിൻ്റെ ഉടമസ്ഥരായിട്ട് മാറുന്നു. അതിന് സാധാരണ ഈക്വിറ്റി ഷെയർസ് എന്ന് പറയും. അതിൽ ലാഭമുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, നഷ്ടമുണ്ടെങ്കിൽ നമ്മൾ സഹിക്കേണ്ടി വരും. നേരെ മറിച്ച് പ്രിഫറൻഷ്യൽ ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രിഫറൻഷ്യൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനൊരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ഇവർ ഡിക്ലെയർ ചെയ്യും. അത് കമ്പനി ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അവർക്കത് കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ഈക്വിറ്റി ഷെയറും പ്രിഫറൻഷ്യൽ ഷെയർസും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ കമ്പനി നഷ്ടത്തിൽ പോയാലും ഇനി കമ്പനി പൂട്ടിപ്പോയാലും നമുക്ക് വലിയ ലയബിലിറ്റി ഒന്നുമില്ല, ആ ഷെയർ പോയി കിട്ടും. ഇതാണ് ലാഭം ഉണ്ടെങ്കിൽ നമുക്ക് ലാഭമായിട്ട് കിട്ടും. ഇനി ഇത് കുറേയും കൂടെ ലാഭത്തിലോട്ട് പോകാൻ അല്ലെങ്കിൽ കുറേയും കൂടെ ഫണ്ട് വേണ്ടി വരുമ്പോൾ ഇവർ കടപ്പത്രം ഇറക്കും. അതാണ് ഡിബെഞ്ചർ. കടപ്പത്രം ഇറക്കിയിട്ട് നാട്ടുകാരിൽ നിന്ന് ഇതേപോലെ പൈസ തിരിച്ച് നമ്മുടെ ഇത് മേടിക്കും. അപ്പോൾ നമ്മൾ ഡിബെഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിന് ഒരുപക്ഷെ 10, 11, 12% പലിശ അവർ നമുക്ക് ഓഫർ ചെയ്യും. അത് വേണമെങ്കിൽ മാസം ഒരുപക്ഷെ ക്വാർട്ടർലി അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് 5 കൊല്ലത്തേക്കായിരിക്കും അല്ലെങ്കിൽ 6 കൊല്ലത്തേക്കായിരിക്കും ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 3-ാം മാസം പലിശ കിട്ടും, വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നിച്ച് പലിശ കിട്ടും. ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ ഈ പൈസ നമുക്ക് തിരിച്ചു തരും. ഇതാണ് ഡിബെഞ്ചർ. ഇതാണ് ഷെയറും ഡിബെഞ്ചറും തമ്മിലുള്ള മെയിൻ വ്യത്യാസം. പിന്നെ ഇനിയിപ്പോൾ ഇതിന് റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്നതാണ്. എന്താണ് റൈറ്റ് ഇഷ്യൂ ഷെയർസ്, എന്താണ് ബോണസ് ഷെയർ, എങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഷെയർ എന്താണ്, ഡിബെഞ്ചർ എന്താണ് എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടമസ്ഥാവകാശമാണ്. ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് കമ്പനി കടം വാങ്ങുന്നു, അതിന് നമുക്ക് പലിശ തരുന്നു, അവധി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു തരുന്നു. ഇതാണ് ഡിബെഞ്ചർ. ഇതാണ് ഷെയറും ഡിബെഞ്ചറും തമ്മിലുള്ള വ്യത്യാസം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.